അച്ഛന്റെ സന്തോഷവും സമാധാനവും സ്റ്റേറ്റസും സംരക്ഷിക്കാൻ വേണ്ടി. ആലോചിച്ച് നോക്കിയാ അതല്ലേ അമ്മേ സത്യം. ആയിക്കോട്ടെ, കുറച്ചു ദിവസത്തേക്ക് ഞാൻ അതിന് സമ്മതിക്കുന്നു. കള്ളം പറയാം, അഭിനയിക്കാം. ഇവിടം വിട്ട് ഏത് പാതാളത്തിൽ വേണമെങ്കിലും കൂടെ ചെല്ലാം. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എന്നെ നിർബന്ധിക്കുന്ന സാഹചര്യം അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തന്നേ പറ്റൂ. മനസ്സിന്റെ ഒരു കോണുകൊണ്ട് പോലും ഞാൻ ആഗ്രഹിക്കാത്ത വേഷം ഇത്. ഇതിട്ട് നിൽക്കുന്ന ഓരോ നിമിഷവും തിളച്ച എണ്ണ വീണതുപോലെ എന്റെ ശരീരവും മനസ്സും പൊള്ളിപ്പോവാമേ. ഇനി ഈ വേദന താങ്ങാൻ എനിക്ക് പറ്റില്ല. പ്ലീസ്. ചാർത്തിലുള്ള സാധനങ്ങളൊക്കെ കിട്ടിയോ മുരളി? പൂവും ഹാരം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം വാങ്ങിയിട്ടുണ്ട്. അത് രണ്ടും ക്ഷേത്രത്തിനടുത്തുള്ള പൂക്കടയിൽ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. മതി, അതിപ്പോഴേ വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ആ ത്രിവിക്രമൻ സ്വാമി വിളിച്ചിരുന്നു. നാളെ ഒരു 11 മണിയോടെ അദ്ദേഹവും പരികർമ്മിയായിട്ട് ഇങ്ങെത്തും. 10:30 വരെ രാഹുകാലമല്ലേ. വന്നു കഴിഞ്ഞാ പിന്നെ കളവൊരുക്കുന്ന താമസേ ഉള്ളൂന്നാ പറഞ്ഞത്. സംഗതിയൊക്കെ കൊള്ളാം. വലിയ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാതെ എല്ലാം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട മുരളി. എല്ലാം ത്രിവിക്രമൻ സ്വാമി അത് വേണ്ട പോലെ ചെയ്തോളാൻ നേരിട്ടുണ്ട്. കൊച്ചിത്തിരി ഇടഞ്ഞു നിൽക്കുകയാണെന്ന് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. അതൊന്നും ഓർത്ത് നമ്മൾ പരിഭ്രമിക്കണ്ട. ഒക്കെ അതിന്റെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാന്ന് സ്വാമി ഉറപ്പ് തന്നിരിക്കുക. സത്യം പറഞ്ഞ അത് കേട്ടപ്പോഴാ എനിക്കൊരാശ്വാസമായത്. അശ്വതി എവിടെ? അവള് കുളിക്കുക. മുരളി പോയി വേഷമൊക്കെ മാറി വാ, ഞാൻ ചായ ഇടാം. വാ. അമ്മേ അമ്മേ അശ്വതിയോ മാളുവിനോട് പിന്നെ സംസാരിച്ചിരുന്നോ? എന്നെ കാണുന്നതേ അവക്ക് ചതുർത്ഥിയല്ലേ, അതുകൊണ്ട് ഞാൻ മുന്നിൽ പെടാൻ പോയില്ല. കുറച്ചു മുമ്പ് അശ്വതി മുറിയിൽ ചെന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടു. വാശിയും പോരും ഒക്കെ മൊത്തത്തിലൊന്ന് അയഞ്ഞ മട്ട. ഇനി നീ കൂടി തഞ്ചത്തിലും തായത്തിലും 2 നല്ല വാക്ക് പറഞ്ഞ് അവളെ ഒന്ന് അനുനയിപ്പിച്ചെടുക്കണം മോനെ. കഴിയുന്നതും അവളുടെ കൂടെ സഹകരണത്തോടെ ചടങ്ങൊന്നും നടന്നു കിട്ടിയ അതൊരു നല്ല കാര്യമല്ലേ? ഞാൻ സംസാരിക്കാൻ തയ്യാറാണല്ലോ. പക്ഷെ ഞാൻ എന്തു പറഞ്ഞിട്ടും അവൾ അനുസരിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ പിന്നെ എന്തു പ്രയോജനം? അതിന് മാളുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുരളി. നമ്മുടെ കൊച്ചിനെ അത്തരത്തിലാക്കി കളഞ്ഞില്ലയോ ആ അസത്ത് പെണ്ണ്. ഇനി ഉള്ളിക്കിടക്കുന്ന കൈവശം പുറത്തു പോകാതെ അവക്ക് നമ്മളെ ഒന്നും കണ്ണിന് നേരെ പിടിക്കില്ല. അതാ അതിന്റെ രീതി. എന്നുവെച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളതെല്ലാം ചെയ്യണ്ടായോ? അശ്വതി വന്നിട്ട് നീ അവളെയും കൂട്ടി ഒന്ന് മോളുടെ അടുത്തിയെന്ന് സംസാരിക്ക. പിന്നെ അപ്പുറത്ത് കേണൽ സാറിന്റെ ഭാര്യയോടും കുറുപ്പ് സാറിന്റെ അമ്മയോടും ഒക്കെ നാളെ ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്ന കാര്യം ഒന്ന് പറഞ്ഞു വെച്ചു. നിന്റെ പുതിയ കോൺട്രാക്റ്റിന് വേണ്ടി നടത്തുന്ന പൂജയാണെന്നാ ഞാൻ അവരോട് പറഞ്ഞത്. പിന്നെ വീടിനൊരു തറരക്ഷയും. അയൽപക്കക്കാരോട് നമ്മളൊന്ന് സൂചിപ്പിച്ചു വെച്ചേക്കാന്ന് കരുതി. അവർക്കാർക്ക് സംശയമൊന്നുമില്ലല്ലോ? എന്ത് സംശയം? അവരൊക്കെ വളരെ അനുകൂലമായിട്ടാ സംസാരിച്ചേ. നാളെ ഇതൊന്ന് കഴിഞ്ഞു കിട്ടും വരെ ആകെ ഒരു ടെൻഷനാ. നീ ടെൻഷനാവണ്ട മുരളി, എല്ലാം മംഗളമായിട്ട് തന്നെ നടക്കും. പഴവങ്ങാടി ഗണപതിക്ക് 101 തേങ്ങ ഉടച്ചേക്കാന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. പിന്നെ കൃഷ്ണന്റെ അമ്പലത്തിലൊരു പാൽപ്പായസവും. ബാക്കിയൊക്കെ അവര് നോക്കിക്കൊള്ളുവന്നേ. ഞാനിതൊക്കെ എടുത്ത് പൂജാമുറി കൊണ്ടുവയ്ക്കാം. ഇല്ല ഫ്രാൻസിസ്, നാളെ സൺഡേ അല്ലേ. രാവിലെ തന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇല്ലില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇവിടുന്ന് അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അവിടെ ഫുൾ ഫർണിഷ്ഡ് ആണല്ലോ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ തലവേദന ഒഴിഞ്ഞു കിട്ടി. തൽക്കാലം 1 മാസം നോക്കാന്നേ. ഞാൻ വിളിച്ചിട്ടിറങ്ങിയാൽ മതി.
ശരിയപ്പോ അപ്പു നീ എങ്ങോട്ടാ മോളെ? ഞാൻ പിന്നെ വിളിക്കാം. ഒന്ന് പുറത്തേക്ക് പോണം, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. എന്നാ പിന്നെ നിനക്കത് നാളത്തേക്ക് ആക്കായിരുന്നില്ലേ മോളെ? അല്ല, സാധനങ്ങൾ വാങ്ങി ഇവിടേക്ക് കൊണ്ടുവന്ന നാളെ അത് പാക്ക് ചെയ്ത് വീണ്ടും പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോണ്ടേ? ആ ഇരട്ടി ജോലി ഒഴിവാക്കാനെന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. ഇത്ര ധൃതി പിടിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അച്ഛാ. നമുക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ പോരെ? ഏയ്, അത് വേണ്ട മോളെ. ഏതായാലും കുറച്ച് നാൾ മാറി നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാ പിന്നെ അത് എത്രയും വേഗം ആവുന്നല്ലേ നല്ലത്. അത് മാത്രമല്ല, നാളെ നമ്മൾ അവിടേക്ക് മാറിക്കഴിഞ്ഞാൽ ചുറ്റുപാടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഒരു ദിവസം കിട്ടുകയും ചെയ്യും. കാരണം മൺഡേ മുതൽ നമുക്ക് രണ്ടുപേർക്കും പോകേണ്ടതല്ലേ? എവിടെ എവിടെ പോകുന്ന കാര്യം അച്ഛൻ പറയുന്നു? അതെന്ത് ചോദ്യാ മോളെ നീ ചോദിച്ചത്? നീ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണെന്നുള്ള കാര്യം മറന്നോ? മൺഡേ മുതൽ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലും മോള് കോളേജിലും പോയി തുടങ്ങുന്നു, നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് നിന്ന്. ഞാൻ ഇനി കോളേജിലേക്ക് ഉടനെ ഒന്നും ഇല്ല അച്ഛാ. എനിക്കതിന് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഞാനവിടെ ചെല്ലാതിരിക്കുന്നത് തന്നെയാണ് അവിടുത്തെ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ താല്പര്യം. അറ്റൻഡൻസിന്റെ ഇഷ്യൂ ഉണ്ടാവാതെ നോക്കാന്ന് പ്രിൻസിപ്പൾ ഉറപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരുന്ന് പഠിക്കുന്നതാ എനിക്കും സൗകര്യം. നോനോ, അങ്ങനെ ഒഴിഞ്ഞു മാറി വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ട കുട്ടിയല്ല നീ. ഒരു സ്റ്റുഡന്റിന് കിട്ടേണ്ട എല്ലാ അവകാശവും പരിഗണനയും നിനക്കും കിട്ടിയിരിക്കണം. ക്ലാസ്സിൽ ഇനി സെപ്പറേറ്റ് ബ്ലോക്കും വേണ്ട. നീ ആ ക്ലാസ്സിലെ പെൺകുട്ടികളിൽ ഒരാളാണ്. വൺ അമംഗ് ദം. അപ്പുവല്ല, അപൂർവ വിജയ്. അപ്പൊ പിന്നെ സെപ്പറേറ്റ് ബ്ലോക്കിന്റെ ആവശ്യമില്ലല്ലോ. വേണമെങ്കിൽ ഞാൻ നേരിൽ വന്ന് പ്രിൻസിപ്പലിന്റെ അടുത്ത് സംസാരിക്കാം. അവരെന്താ പറയുന്നതെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. അത് വേണ്ട അച്ഛാ, ഞാൻ സംസാരിച്ചോളാം. അത് മതി വി പി. അപ്പുവിന് ഡീൽ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. വെറുതെ വി പി എന്തിനാ ഈ കാര്യത്തിലേക്ക് ഇടപെടുന്നത്? അതൊന്നും നമ്മൾ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് വിചാരിച്ചാ പോരെ? ആ, അതും ശരിയാ. എന്നാ അങ്ങനെ മതി. ഏതായാലും നാളെ മുതൽ നമ്മളൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്, പുതിയൊരിടത്ത്. പിന്നെ ഇതുവരെ നമുക്ക് അയൽക്കാരും ബന്ധുക്കളുമായി മുരളിയും ഫാമിലി ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ആരും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. നമ്മൾ 3 പേരും മാത്രം. മറ്റാരുമായും കൂടുതൽ ഇനി അടുക്കാൻ പോണ്ട. അമ്മയോടും മോളോടും കൂടിയാ പറയുന്നത്, കേട്ടല്ലോ? ഇന്ന് നമ്മൾ പോയിട്ട് പെട്ടെന്ന് വാ. ഞങ്ങളപ്പോഴേക്കും നാളെ കൊണ്ടുപോകാനുള്ള അത്യാവശ്യ സാധനങ്ങളൊന്ന് പാക്ക് ചെയ്ത് വെക്കട്ടെ. ലാസ്റ്റ് മിനിറ്റിൽ കിടന്ന് ധൃതി കൂട്ടുണ്ടല്ലോ. വാടോ. ഇതാ, പെട്ടെന്ന് വാ. നീ പോയിട്ടു അപ്പു. മാളു, മോളെ, കതക് തുറന്നേ മോളെ. മാളു, ഇവള് കതകും കുറ്റിയിട്ട് അകത്തെന്താ തപസ് ചെയ്യുന്നു? മാളു, 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 കതക് തുറക്കാൻ. മാളു, വാതിൽ തുറക്കാനല്ലേ പറഞ്ഞത്? എന്താ എന്താ അമ്മേ? മാളുവിനെ വിളിച്ചിട്ട് അവള് വാതിൽ തുറക്കുന്നില്ല മോളെ. എന്തു പറ്റി? ആ, അമ്മ മാറി. മാളു, മാളു, എന്തെടുക്ക അവിടെ? കതക് തുറക്ക്. മാളു, അമ്മയാണ്. കതക് തുറക്കു മോളെ. ഇവക്കിതെന്തു പറ്റി? എടി, നിന്നോട് കതക് തുറക്കാനാ പറഞ്ഞത്. ഇവളെന്തിനാ കതകടച്ചിരിക്കുന്നത്? എന്തു പറ്റിയമ്മേ? മാളു, കതക് തുറക്കു മോളെ. നീ പേടിക്കാതെ ശ്രുതി. പൂജയ്ക്ക് വരാതിരിക്കാൻ വേണ്ടി അവള് മനഃപൂർവ്വം വാതിൽ തുറക്കാതിരിക്കുക. മാളു, കതക് തുറക്ക്. എന്താ എന്താ അശ്വതി? ഒന്നുമില്ല മുരളി. മാളു വിളിച്ചിട്ട് വാതിൽ തുറക്കാൻ കൂട്ടാക്കുന്നില്ല. ഞാനും അമ്മയെ മാറി മാറി വിളിച്ചിട്ടും അവളൊന്ന് റിയാക്ട് ചെയ്യുന്ന പോലും ഇല്ല. നിങ്ങളൊന്ന് മാറിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. മാളു, വാതിൽ തുറന്നേ.
മാളു നിന്നോടാ പറഞ്ഞ വാതിൽ തുറക്കാൻ. കഥ തുറക്കാൻ. തുറക്കാനാ പറഞ്ഞേ. മാളു മാളു നീ ഒന്ന് ഡോർ തുറന്നേ മോളെ, അമ്മയൊന്ന് പറയട്ടെ. മാളു വാതിൽ തുറക്കാനാ പറഞ്ഞേ. ആ പേടിക്കണ്ട, ആള് മുറി തന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞു തന്നെയാ. പിണങ്ങി മുറിയും പൂട്ടി അകത്തിരുന്ന പിന്നെ പൂജ അലങ്കോലാവുമല്ലോ. ഇതൊക്കെ അവളെ കൊണ്ട് ചെയ്യിക്കുന്ന മുരളി. അമ്മ ഇങ്ങോട്ട് മാറിക്കേ. മാളു നിന്നോടാ പറഞ്ഞ കഥ തുറക്കാൻ. ദേ ഇല്ലെങ്കിൽ ഞാനിപ്പോ ചവിട്ടി പൊളിക്കുവേ. മാളു കഥ തുറക്കാൻ. മാളു നിന്നോടാ പറയുന്നേ. എന്നെ വെറുതെ വാശി പിടിപ്പിക്കാതെ മര്യാദയ്ക്ക് കഥ തുറക്കാനാ പറഞ്ഞേ. മുരളിയേട്ടാ നിങ്ങളൊന്ന് അടങ്ങ്, അവള് കഥക് തുറക്കും. മോളെ മാളു, എന്താ ഇത് മോളെ? നീ എന്താ ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുകയാണോ? പറഞ്ഞ അനുസരിക്കാൻ വയ്യ നിനക്ക്? എന്താ മോളെ, ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ. മതി മതി, ഇനി എല്ലാരും കൂടി കൊച്ചിന്റെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട. ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. നിങ്ങൾ താഴോട്ട് എന്നേ. ആ ചെല്ലു മുരളി, ഞാനല്ലേ പറയുന്നത്. അശ്വതി നിങ്ങൾ താഴേക്ക് എന്നേ പൂജയുടെ കാര്യങ്ങളൊക്കെ നോക്കിയേ. അവരിപ്പോ ഇങ്ങ് വരും. ചെല്ല്. ദേ മോളെ, ഇന്നിവിടെ ഒരു നല്ല കാര്യം നടക്കാൻ പോവല്ലേ. മോളിങ്ങനെ പിണങ്ങി പിരിഞ്ഞിരിക്കുന്നത് ശരിയല്ല കേട്ടോ. വാ, വന്ന് കുളിച്ച് വേഷമൊക്കെ മാറി വേണം പൂജയ്ക്ക് പങ്കെടുക്കാൻ. ഞാൻ വരില്ല. എനിക്ക് വേണ്ടി ആരും ഇവിടെ ഒന്നും നടത്തും വേണ്ട. മോക്ക് വേണ്ടിയല്ല, ഇവിടെ കുടുംബത്തുള്ള നമ്മളെല്ലാവർക്കും വേണ്ടിയുള്ള പൂജയാ. അപ്പൊ നമ്മൾ വീട്ടുകാരെല്ലാവരും അവിടെ ഉണ്ടാവണം. മുത്തശ്ശിയുടെ നല്ല കുട്ടിയല്ലേ. മോക്കിഷ്ടമില്ലെങ്കിലേ ഒരു 5 മിനിറ്റ് അവിടെ വന്നിരുന്നിട്ട് ഇങ്ങ് പോന്നോ. എന്നാൽ സാരമില്ല. ചെല്ലു മോളെ, മോള് വേഗം കുളിച്ചിട്ട് വാ. ചെല്ല്. ആ ഫ്രാൻസിസേ, ഇന്ന് ഈവനിങ് ബാച്ചുള്ള കാര്യം നേരത്തെ അറിയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അത് സാരമില്ല. ഈ വീക്കെൻഡ് കൊണ്ട് നമുക്ക് പെൻഡിങ് പോർഷൻ കവർ ചെയ്യാവുന്നേ ഉള്ളൂ. ആ വേണമെങ്കിൽ അന്ന് ലതികും താനും ലീവ് എടുത്തോളൂ. ഫുൾ ഡേ ഞാൻ മാനേജ് ചെയ്തോളാം. ആ അതെ അതെ, ഇന്നലെ തന്നെ ഷിഫ്റ്റ് ചെയ്തു. മെയിൻ്റനൻസ് വർക്ക് തീരുന്നവരെ ഇവിടെ തുടരാമെന്ന് വിചാരിക്കുന്നു. ഇല്ല, ഹെൽത്തൊക്കെ ഓക്കെ. ഡോണ്ട് വറി. ആ ഓക്കെ ഫ്രാൻസിസ്, അപ്പോൾ വൈകിട്ട് കാണാം. ശരി. ആ അപൂർവക്കുട്ടി റെഡിയായോ? അപ്പോൾ ഇന്നു മുതൽ ഒരു ന്യൂ സ്റ്റാർട്ടാണല്ലേ? വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് അപൂർവ. താങ്ക് യു അച്ഛാ. അമ്മ എവിടെ അപൂർവ? അമ്മയോട് പറഞ്ഞോ നീ? ആ അമ്മ ടെറസിൽ തുണി വിരിക്കുക. ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയത്. ഇവിടുത്തെ ഈ ആംബിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? മോക്ക് ഇഷ്ടമായോ? പൂളും ജിമ്മും ഒക്കെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അതിനും പുറത്തു പോകണ്ട. എന്താ പൂർവ്വ, മോൾക്ക് ഈ വീട് ഇഷ്ടമായില്ലേ? എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ അവിടെ? ഇല്ല അച്ഛാ, ഇഷ്ടക്കേടൊന്നുമില്ല. നമ്മുടെ വീടിനേക്കാളും സൗകര്യം കൂടുതലുണ്ട് ഇവിടെ. പക്ഷെ എനിക്കിഷ്ടം നമ്മുടെ വീട് തന്നെയാണ്. എന്തോ അവിടത്തെ പോലെ കംഫർട്ടബിൾ ആവുന്നില്ല ഞാൻ. അമ്മ അത് തന്നെ പറയുന്നത്. ആദ്യത്തെ കുറച്ച് ദിവസം അങ്ങനെയൊക്കെ തോന്നും. അത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആ അറ്റ്മോസ്ഫിയറും ആംബിയൻസുമായിട്ട് പൊരുത്തപ്പെട്ടോളും. അച്ഛൻ ഇവിടെ എത്ര നാൾ കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? വരട്ടെ, ഇപ്പം അതിനെപ്പറ്റൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്കിത് വെക്കേറ്റ് ചെയ്യാം. പക്ഷേ അതെപ്പോൾ വേണമെന്ന് മോള് വിചാരിക്കുന്ന പോലെ ഇരിക്കും. ഒന്നുകൂടി ക്ലിയറായി പറഞ്ഞാൽ, അപൂർവ ഒരു മിടുക്കി കുട്ടിയാണെന്ന് അച്ഛന് പൂർണ്ണമായി ബോധ്യമാവുന്നതുവരെ. അതുകൊണ്ടാണ് എപ്പോൾ ഷിഫ്റ്റ് ചെയ്യണമെന്ന് മോള് വിചാരിക്കും പോലെ ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായോ അപൂർവയ്ക്ക്? അച്ഛാ പ്ലീസ് കോൾ മീ അപ്പു. അങ്ങനെ വിളിക്കുന്നതാ എനിക്കിഷ്ടം.
എനിക്കും അങ്ങനെ വിളിക്കാനാ ഇഷ്ടം. പക്ഷേ ഇപ്പം ഞാനത് ബോധപൂർവം മാറ്റാൻ ശ്രമിക്കുക. അമ്മയോട് ഇനി മുതൽ നിന്നെ അപൂർവ എന്ന് വിളിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛാ, ഞാൻ അപൂർവയാണെന്ന് എനിക്കറിയാം. പക്ഷെ അച്ഛൻ മനഃപൂർവ്വം അതിങ്ങനെ എംഫസൈസ് ചെയ്യുമ്പോൾ എനിക്കെന്തോ അകൽച്ച തോന്നുന്നു. അപ്പു എന്ന് കേൾക്കുമ്പോൾ ഒരു ഇന്റിമസി തോന്നുന്നില്ല. വേറെ ആരോ ഒരാൾ എന്നോട് സംസാരിക്കുന്ന പോലെയാ തോന്നുന്നത്. പ്ലീസ് എന്നെ അപ്പു എന്ന് വിളിച്ചാൽ മതി. അപൂർവമായിട്ട് ജീവിക്കാന്ന് ഞാൻ അച്ഛന് ഉറപ്പ് തന്നില്ലേ? പിന്നെ എന്തിനാ മനഃപൂർവ്വമുള്ള ഈ മേക്ക് ഓവർ? അല്ലാതെ തന്നെ ഞാൻ ഓക്കെയാണ്. ഹേയ്, റിലാക്സ്. മോൾ ഓക്കെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ഞാൻ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. പേരുകൊണ്ട് പോലും ഒരു മെയിൽ ഷെയ്ഡ് നിന്റെ ക്യാരക്ടറിലോ ഇന്നർ സെൽഫിലോ തോന്നാൻ പാടില്ല. ഐ നോ, തുടക്കത്തിൽ ഇതിനോടൊന്നും അത്ര വേഗം പൊരുത്തപ്പെടാനോ ഇണങ്ങിച്ചേരാനോ നമുക്ക് 3 പേർക്കും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ബോധപൂർവം നമ്മളത് ശീലിച്ചേ പറ്റൂ. അപ്പു, നീ ഇതുവരെ പോയില്ലേ? എന്താ ഇത് ഗീത? മോളെ ഇനി മുതൽ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ? ഓ സോറി, ഞാനതങ്ങ് മറന്നു. ആ മോളെ, ഒരു കാര്യം കൂടി. നിന്റെ ഈ ഡ്രസ് കോഡ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. അച്ഛൻ ഗിഫ്റ്റ് ചെയ്തില്ലേ? ഇനി മുതൽ അതുപോലുള്ള ഡ്രസ്സ് ഇട്ടാൽ മതി. പറ്റുമെങ്കിൽ ആ ബുള്ളറ്റ് ഒഴിവാക്കിയേക്ക്. അച്ഛനൊരു ബ്രാൻഡ് ന്യൂ സ്കൂട്ടർ എടുത്തുതരാം നിനക്ക്. എന്തു പറയുന്നു? സോറി അച്ഛാ, എനിക്ക് ഈ ഡ്രസ്സാണ് കംഫർട്ടബിൾ. അത് മറ്റു ഡ്രസ്സും കൂടെ ഇട്ട് നോക്കിയാലല്ലേ? അച്ഛാ പ്ലീസ്. ഞാൻ തന്ന ഉറപ്പിനെ പറ്റി നല്ല ബോധ്യമുണ്ട് എനിക്ക്. എന്ന് കരുതി എന്റെ ഇഷ്ടങ്ങളും ശീലങ്ങളും ഒക്കെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണെന്നല്ല. അച്ഛൻ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഇറങ്ങട്ടെ. BP എന്തിനാ അവൾ ഓരോ കാര്യത്തിൽ ഇങ്ങനെ കമ്പൽ ചെയ്യാൻ പോകുന്നത്? നമ്മളായിട്ട് ഓരോന്നിലും കൂടുതൽ നിർബന്ധം പിടിക്കാൻ നിന്നാൽ നമുക്ക് തന്ന വാക്ക് അവൾക്ക് തന്നെ ഒരു ബാധ്യതയായിട്ട് തോന്നും. അതുകൊണ്ട് BP ഇങ്ങനെ വാശി പിടിക്കല്ലേ. വേണമെങ്കിൽ അവളെ അപൂർവെന്ന് വിളിച്ചോളൂ. പക്ഷെ അറിയാതെ എങ്ങാനും എൻ്റെ വായിന്ന് അപ്പൂന്ന് വീണുപോയാൽ അത് അവളുടെ മുന്നിൽ വെച്ച് കറക്റ്റ് ചെയ്യാനും കുറ്റപ്പെടുത്താനും നിൽക്കണ്ട. അത് അവളെ ഇൻസൾട്ട് ചെയ്യും പോലെയല്ലേ അവൾക്ക് തോന്നും. ഗീത, അവൾ അപ്പൂന്ന് വിളിക്കുന്നത് തന്നെയാണ് എനിക്കും ഇഷ്ടം. അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നതിലും ബുള്ളറ്റ് ഓടിക്കുന്നതിലൊന്നും എനിക്കൊരു എതിർപ്പുമില്ല. പക്ഷെ ഇപ്പം ഞാനിതൊക്കെ വേണ്ടാന്ന് വിലക്കുന്നത് പേടിച്ചിട്ടാ. സത്യമായിട്ടും പേടിച്ചിട്ടാ ഗീത. അവൾക്കിപ്പോൾ വന്ന ഈ മാറ്റം എനിക്ക് എന്തുമാത്രം റിലീഫാ തരുന്നെന്ന് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനിയൊരു തിരിച്ചുപോക്കിനെ കുറിച്ച് അറിയാതെ പോലും അവളുടെ മനസ്സിൽ തോന്നാതിരിക്കാൻ വേണ്ടിയാ ഞാനിങ്ങനെ നിർബന്ധം പിടിക്കുന്നത്. ഇനി അതൊക്കെ കടുംപിടുത്തമായി തനിക്ക് തോന്നുന്നെങ്കിൽ ശരി, ഞാനതൊക്കെ നിരുപാധികം പിൻവലിക്കുന്നു. പക്ഷെ അപ്പൂൻ്റെ കാര്യത്തിൽ ഇനിയൊരു മടങ്ങിപ്പോക്കുണ്ടാവില്ല എന്ന് താൻ തന്ന വാക്ക് സത്യമാണെന്ന് എനിക്ക് ബോധ്യമായാൽ മതി. ബാക്കിയൊക്കെ താൻ പറയുന്ന പോലെ. എന്താ? തന്നെ എനിക്ക് വിശ്വാസമാണോടോ?